അപ്പോൾ ഇങ്ങനെ അറബി വ്യാപാരികളിലൂടെ അവരുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, ആശയവിനിമയം നടത്തണമെങ്കിൽ ഭാഷ അറിയണം. ആ ഒരു മേഖലയിലൂടെ വന്നിട്ടാണ് അറബി ഭാഷ കേരളക്കരയിലേക്ക് എത്തിയത്. അറബി മലയാളത്തിലാണ് ഈ മാപ്പിളപ്പാട്ടുകളൊക്കെയും രചിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലേക്ക് അറബികൾ പ്രവാചകൻ്റെ എത്രയോ കാലം മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ലോകത്ത് കോടിക്കണക്കിന് ഭാഷകളുണ്ട്. അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് അറബി ഭാഷ. അതുകൊണ്ട് തന്നെ ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ അറിവുകൾ സമ്മാനിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ചയിലൂടെ നമ്മൾ സമ്മാനിക്കുന്നത്. ഇന്ന് അതിഥിയായി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഷാനവാസ് പറവണ്ണയാണ്. അദ്ദേഹം ഒരുപാട് എഡ്യൂക്കേഷണൽ മേഖലയിൽ ഒരുപാട് എക്സ്പേർട്ടായ ഒരു വ്യക്തിത്വമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് NCERT കമ്മിറ്റി, ഇത്തരം കമ്മിറ്റികളിൽ അറബി ഭാഷാ വിദഗ്ധനായി അദ്ദേഹം നിലവിൽ ജോലി ചെയ്യുകയാണ്. കൽപ്പകഞ്ചേരി കേരള ഹെറിറ്റേജ് സെൻറ്ററിലെ ഫൗണ്ടർ, അതുപോലെ തന്നെ CEO കൂടിയാണ് അദ്ദേഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫ്ളലുൽ ഉലമ UG ബോർഡ് ഓഫ് സ്റ്റഡീസിലെ ചെയർമാൻ കൂടിയാണ് ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാ. നമ്മൾ ഒരു ചരിത്രഭൂമിയിലൂടെ ഒരു യാത്രയിലാണ് അല്ലേ, ഒരു റിസർച്ചിലാണ് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 1400 വർഷമായി കേരളത്തിൽ മുസ്ലിങ്ങൾ സജീവ സാന്നിധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ രേഖകളും വിവരങ്ങളും ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2017 ഒക്ടോബറിൽ കേരള ഹെറിറ്റേജ് സെൻറ്റർ എന്ന സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 2 ലക്ഷത്തിലധികം വോള്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്യാനും 12,000 പുസ്തകങ്ങൾ വോള്യങ്ങൾ ഫിസിക്കലായിട്ട് ശേഖരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ, പല ഭാഷകളിലുള്ള മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും ഒരുപാട് രേഖകളുമൊക്കെ നമുക്ക് ശേഖരിക്കാനും അത് പ്രസംഗ രൂപത്തിലും ലേഖന രൂപത്തിലും ഒക്കെയായി ആളുകളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതിൻ്റെ സംരക്ഷണം, പ്രിസർവേഷനും ഇതേപോലെ തന്നെ അത് വാള്യങ്ങളായി 100 വാള്യങ്ങളായി കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രം ഇറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ഹെറിറ്റേജ് സെൻറ്ററിന് പുതിയ കെട്ടിടത്തിലേക്ക് അത് മാറുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് കടുങ്ങാത്തുകുണ്ടിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മാഷാ അല്ലാഹ്. നല്ലൊരു തുടക്കത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് അല്ലേ? ഏകദേശം 8 വർഷത്തോളമായി നമ്മുടെ വലിയൊരു അധ്വാനത്തിലേക്കാണ്. എന്താണ് ഇതിന് വലിയൊരു മോട്ടീവ് എന്താണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ പിതാമഹന്മാർ, അവരുടെ പിതാക്കൾ ഒക്കെ ഈ കേരള മുസ്ലിം സമൂഹത്തിൽ വലിയ സംഭാവനകൾ ചെയ്ത ആളുകളുണ്ട് പലരും. തീർച്ചയായും. പക്ഷേ അവരുടെ പേരക്കുട്ടികൾക്കോ ശേഷം വരുന്നവർക്കോ എന്താണ് അവർ സമൂഹത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പോലും അറിയില്ല. ഉദാഹരണം, ഇപ്പോൾ 1921 ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതിയ ഒരുപാട് പിതാമഹന്മാർ നമുക്കൊക്കെ നമ്മൾ പലർക്കുമുണ്ട്. പക്ഷേ അവർ പോലും എങ്ങനെയാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് എന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തേണ്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് NRCയുടെയും മറ്റു തരത്തിലുള്ള വെല്ലുവിളികളിലൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ, ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അറിയിച്ചു കൊടുക്കുക എന്നൊരു കടമ നമുക്കുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഞാൻ സ്വയം പ്രേരിതനായി ഇറങ്ങിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അല്ലാഹു ആ ഒരു ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകാൻ കഴിയട്ടെ. നമ്മൾ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലോകത്ത് കോടിക്കണക്കിന് ഭാഷയുണ്ടല്ലോ. അതിൽ നിന്ന് അറബി ഭാഷയുടെ പ്രത്യേകത ദൈവിക സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്നും നിലനിൽക്കുന്ന ഒരു ഭാഷ എന്നുള്ള നിലക്ക് അറബി ഭാഷ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അറബിക്കടലും കടന്ന് കേരളത്തിൽ എത്തിയതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? കേരളത്തിലേക്ക്
മുസ്ലിങ്ങൾ, അറബികൾ പ്രവാചകൻ്റെ എത്രയോ കാലം മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അവർ വ്യാപാര ആവശ്യത്തിനാണ് ഇവിടെ വന്നത്. പ്രവാചകൻ്റെ 500 കൊല്ലം മുൻപ് രചിക്കപ്പെട്ട അറബി കാവ്യ സമാഹാരങ്ങളിൽ കേരളത്തിൽ മാത്രം ഉൽപ്പാദിച്ചിരുന്ന സ്പൈസസ്, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള കവിതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാം AD 800-കളിലൊക്കെ കണ്ടെടുക്കപ്പെട്ട രേഖകളിലൊക്കെ അവിടെ അറബി ഭാഷയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ അറബി വ്യാപാരികളിലൂടെ ആണ് അവരുമായി നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, ആശയവിനിമയം നടത്തണമെങ്കിൽ ഭാഷ അറിയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അറബി ഭാഷ വന്നത്. ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ ഇസ്ലാമും അറബികളും വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേരള തീരങ്ങളിൽ അറബികളും അറബി ഭാഷയും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ കച്ചവടത്തിൻ്റെ ആ ഒരു മേഖലയിലൂടെ വന്നിട്ടാണ് അറബി ഭാഷ കേരളക്കരയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മലയാളത്തിൽ അറബി ഭാഷ അറിയാതെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മലയാള ഭാഷ പലതും ഉപയോഗിക്കുന്നുണ്ട്. അതെ, പൊതുവെ അങ്ങനെ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ നമ്മുടെ ശ്രോതാക്കളായിട്ട് ഒന്ന് പങ്കുവെക്കാവും. 2 രൂപത്തിൽ അറബി വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് അതിൻ്റെ തനതായ സ്വരത്തിലും ശബ്ദത്തിലും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത് മലയാളം അറബിയും തമ്മിലുള്ള വ്യത്യാസം, അറബിയിലെ ഒരൊറ്റ അക്ഷരം പോലും മലയാളത്തിൽ പൂർണ്ണമായിട്ട് സമാനതകളുള്ള അക്ഷരം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഏത് ഭാഷയിലെയും അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് നമ്മൾ മലയാളത്തിലാണ്. അപ്പം നമ്മൾ അറബി സംസാരിക്കുന്നത് നമ്മൾ മലയാളത്തിലാണ്. ഇപ്പം നമ്മൾ മലപ്പുറത്തൊക്കെ താഴത്ത് എന്ന് പറയും, അത് അറബിയിലെ തെഹ്ത ആണ്, തെഹ്ത. അപ്പം നമുക്ക് തെഹ്ത എന്ന് പറയാൻ കിട്ടുകയില്ല, നമ്മൾ താഴത്ത് എന്ന് പറയും. അത് പിന്നെ താഴത്ത് എന്നൊക്കെ പരിഷ്കരിക്കപ്പെട്ടു. പൊക്കം നമ്മൾ അറബിയിലെ ഫൗക്കയാണ്. അതേപോലെ നമ്മൾ കോടതികളിലൊക്കെ ഉപയോഗിക്കുന്ന വക്കീൽ, അതൊക്കെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ മുൻസിഫ്, മഹ്സർ എന്ന് പറഞ്ഞാൽ മഹല്ലർ, അറബിയിൽ ലാ, മലയാളത്തിൽ സാ ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. അങ്ങനെ നിരവധി താലൂക്ക്, തഹസീൽദാർ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പദങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ സംസ്കാരത്തിൽ, ഹാജർ എന്നുള്ള അങ്ങനെ ഡെയിലി യൂസിൽ നമ്മുടെ ദിനേനയുള്ള ഉപയോഗങ്ങളിലൊക്കെ ഒരുപാട് പദങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ അതിന് പുറമെ ആരാധനയുമായി ബന്ധപ്പെട്ട പദങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മയ്യത്ത് നിസ്കാരം. അപ്പം മയ്യത്ത് എന്നാണ് ഇവിടെയുള്ള അമുസ്ലിങ്ങൾ പോലും ശവം എന്നോ മൃതദേഹം എന്നൊക്കെ പറയാൻ കുറച്ച് എളുപ്പത്തിന് ഒന്നുകൂടി ഒരു സൗന്ദര്യം മയ്യത്ത് എന്ന് പറയുന്നതിന്. നമ്മൾ അമുസ്ലിങ്ങളുടെയൊക്കെ സാഹിത്യം, അവർ എഴുതിയിട്ടുള്ള സാഹിത്യത്തിലൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ കാണാൻ വേണ്ടി കഴിയും. വൈക്കം മുഹമ്മദ് ബഷീർ ഉപയോഗിച്ച ഒരു കൊസ്ര കൊള്ളി എന്നൊരു വാക്കുണ്ട്. യഥാർത്ഥത്തിൽ അത് കിസ്ർ എന്ന്, നമ്മൾ വിറകിൻ്റെ പൊടി കഷ്ണങ്ങൾക്ക് കിസ്ർ എന്ന് പറയും. കിസ്ർ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഈ കഷ്ണങ്ങൾ എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കിയാൽ എവിടെയാണ് അറബി വാക്കുകളില്ലാത്തതെന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ 3000 വാക്കുകളെങ്കിലും ചുരുങ്ങിയത് മലയാളത്തിൽ അറബി വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖലയിൽ, അതായത് അറബി ഭാഷ എത്രത്തോളം നമ്മുടെയൊക്കെ ഈ കൊളോക്കിയൽ ലാംഗ്വേജും പൊതുവെ മലയാളത്തിലുള്ള ആ ഭാഷയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതിലൊരു പഠനം നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ലെറ്റർ മുതൽ വേറൊരു ലെറ്റർ വരെ അങ്ങനെ നമ്മൾ ചർച്ചയിൽ കേട്ടുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? അലിഫ് മുതൽ യാ വരെ, അതായത് A to Z, ഓരോ അക്ഷരത്തിലും ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഗവേഷണം ഒരുപാട് കാലമായി തുടരുന്നുണ്ട്. അതിൽ ഒരുപാട് വാക്കുകൾ 3000 എനിക്ക് ഒരു 500ഓളം പദങ്ങളാണ് എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ വിഷയത്തിൽ ഒരു ഗവേഷണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ ഫലക്കി, കേരളത്തിലെ അറബി കവിയായിരുന്ന ഫലക്കി മുഹമ്മദ് മൗലവിയുടെ സഹോദരൻ PM അബ്ദുറഹ്മാൻ സാഹിബ് നടത്തിയ ഗവേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം തന്നെ ആ വിഷയത്തിലുള്ളതായിരുന്നു.
പക്ഷെ പിന്നീട് അത് മദ്രാസ് സർവകലാശാലയിലേക്ക് ആ പ്രബന്ധം കൊണ്ടുപോയി ഇതിൻ്റെ പ്രതികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാതെ വന്ന് നമുക്ക് ആ ഒരു വലിയ അവലംബം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അറബി ഭാഷയിൽ നമ്മളിപ്പം പൊതുവെ കേൾക്കുന്നതാണ് അറബി മലയാളം. ഈ അറബി മലയാളം ആ ഒരു ടേമും അതിൻ്റെ ഒരു പശ്ചാത്തലവും അതെങ്ങനെയാണ് അതിൻ്റെ വരവ്, അത് എത്രത്തോളം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പാതയിൽ എത്രത്തോളം ഉപകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ആ ഒരു ഭാഗം ഒന്ന് പറയാമോ? അറബി മലയാളം മാത്രമല്ല, അറബി ബംഗാളി, അറബി സിന്ധി, അറബി കന്നഡ, അറബി തമിഴ്, അതിൽ ഏറ്റവും ഒരു സാംസ്കാരികമായ സമ്പന്നതയിലെത്തി നിൽക്കുന്നത് കൂടുതലും അറബി തമിഴാണ്. അതിന് ആർവി എന്ന് പറയാറുണ്ട്. ആർവി എന്ന് പറയും, അറബി തമിഴ് എന്ന് പറയും. അപ്പോൾ അറബി തമിഴിലുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് തമിഴ് അറിയില്ല, പക്ഷേ അറബി അറിയുന്നത് കൊണ്ട് നമുക്ക് അറബി തമിഴിൽ എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് പോകാൻ വേണ്ടി പറ്റും. അതിൽ സാഹിത്യമുണ്ട്, നോവലുകളുണ്ട്, കവിതകളുണ്ട്, മതപരമായ വൈജ്ഞാനികമായ ഗഹനമായ ഗ്രന്ഥങ്ങളുണ്ട്, പ്രൗഢമായ ഗവേഷണ തലത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ അതിൻ്റെ അറബി തമിഴിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ശരിക്ക് അറബി മലയാളം വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അറബി വാക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ അറബി വാക്കുകൾ അപ്പടി മലയാളത്തിൽ എഴുതാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അറബി ലിപിയുടെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ അറബി മലയാളം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 4 ഘട്ടങ്ങളിലായിട്ട് അതിന് പരിഷ്കരണം വരുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ അറബി മലയാളത്തിൻ്റെ ആ ക്ലാസിക്കൽ രൂപങ്ങളിൽ മലയാളം അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാലോ. മലയാള ലിപി, അതിൻ്റെ സ്വരങ്ങളും അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ ദൈർഘ്യം മുതൽക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങി വരികയാണ്, പല ഇരട്ടിപ്പുകളൊക്കെ ഒഴിവായിട്ട്. പക്ഷെ അതിനനുസരിച്ച് അറബി മലയാളം പിന്നീട് പരിഷ്കരിക്കുന്നതിന് വിമുഖത കാണിച്ച് അവസാന ആളുകൾക്ക് ഒട്ടും മലയാളം അറിയുന്നതിന് മനസ്സിലാകാത്ത രൂപത്തിലേക്ക് അത് പോയി തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് അതിനോട് മടുപ്പ് തോന്നിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ അറബി മലയാളത്തെ ഉപയോഗപ്പെടുത്തിയത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ്. 1880കളിൽ മുതൽക്ക് അറബി മലയാളത്തിലുള്ള മാസികകളും വാരികകളും വർത്തമാന പത്രങ്ങൾ, ന്യൂസ് പേപ്പറുകളൊക്കെ പ്രസിദ്ധീകരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുള്ള കോയ തങ്ങൾ ഇറക്കിയിരുന്ന ഒരു അറബി മലയാള പത്രമാണ് ആദ്യമായിട്ട് ഇറങ്ങിയത്. പിന്നെ അതിന് ശേഷമാണ് തുഹ്ഫത്തുൽ അഖ്യാർ എന്ന് പറയുന്ന സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളുടെ പ്രസിദ്ധീകരണം അറബി മലയാളത്തിലുള്ളത് ഇറങ്ങുന്നത്. അതിനുശേഷം ആലപ്പുഴ സുലൈമാൻ മൗലവിയുടെ മണിവിളക്ക് എന്ന അറബി മലയാള പ്രസിദ്ധീകരണം ഇറങ്ങുന്നു. 1899 മുതൽ 1906 വരെ തിരൂർ സി സൈദാൽകുട്ടി മാസ്റ്ററുടെ ന്യൂസ് പേപ്പർ ഇറങ്ങുന്നു, സൊലാഉൽ ഇഖ്വാൻ എന്ന പേരിലുള്ള. അതിൻ്റെ എല്ലാം ഒട്ടധികം പ്രതികൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം സ്ത്രീകൾക്ക് മാത്രമായിട്ട് 1929 വളാഞ്ചേരി ഇരുമ്പിളിയത്ത് നിന്ന് നിസാഉൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം കെ സി കോമക്കുട്ടി മൗലവിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് അൽ ഹിദായ എന്ന അറബി മലയാള പ്രസിദ്ധീകരണം അതേ വളാഞ്ചേരി ഹൈദരിയ പ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അങ്ങനെ പിന്നീട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൂടുതൽ സജീവമായ സമയത്ത് അൽ ഇർഷാദ് 1923-25 സമയങ്ങളിൽ അൽ ഇർഷാദ് കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ജിഹ്വയായിട്ട് അൽ ഇർഷാദും അൽ ഇസ്ലാഹും ഐക്യം തുടങ്ങിയ മാസികകളൊക്കെ അറബി മലയാളത്തിൽ വരുന്നു. പിന്നീട് 1935 സമയങ്ങളിൽ കേരള മുസ്ലിം ഐക്യസംഘം, കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക ജിഹ്വയായിട്ടുള്ള അൽ മുർഷിദ് ഇറങ്ങുന്നു. അൽ മുർഷിദിൻ്റെ 60 ലക്കങ്ങളൊക്കെ കേരള മുസ്ലിം സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ ലക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ 1955 സമയത്തൊക്കെ മലയാള പ്രസിദ്ധീകരണങ്ങൾ വ്യാപകമായി കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പോലും അൽ ഇത്തിഹാദ് എന്ന ഈ കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മാസിക അവിടെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. മലയാളത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറക്കി നോക്കി, എങ്കിൽ കൂടി അതിന് വായനക്കാരെ കിട്ടാത്തത് കൊണ്ട് അത് വീണ്ടും
അറബി മലയാളത്തിലേക്ക് പോവുകയോ നിർത്തുകയോ ചെയ്ത അവസ്ഥയാണ് ഉണ്ടായത്. അൽ ഇസ്ലാമൊക്കെ അറബി മലയാളത്തിൽ ആണ് അത് അറബി മലയാളത്തിലേക്ക് ആക്കേണ്ടി വന്നു. മലയാളത്തിൽ ഇറക്കിയിട്ട് വായനക്കാരില്ലാത്തതുകൊണ്ട് അറബി മലയാളത്തിൽ. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മലയാളം ആര്യനെഴുത്താണ്, അത് നിഷിദ്ധമാണ് എന്ന പൗരോഹിത്യം ഫത്വ ഇറക്കി ശുദ്ധ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ നാഥ എന്ന് നമസ്കാര ശേഷം പോലും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് മലയാളത്തിന് ബദൽ എന്ന നിലയ്ക്ക് അറബി മലയാളത്തെ ഈ മുസ്ലിം സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ ഒരു വഴി എന്ന് പറഞ്ഞത് അല്ലേ? അതെ അതെ. ഒരു റിസർച്ച് നടത്തുന്ന ആൾ എന്ന നിലക്ക് അറബി ഭാഷ കേരളത്തിലെത്തിയത് മുതൽ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ മതപഠനത്തിന് ആദ്യകാലങ്ങളിൽ എത്രത്തോളം സ്വാധീനം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായും കേൾക്കുന്നതാണ് മാപ്പിളപ്പാട്ടിലൊക്കെ ഉള്ള ഓരോ വരികൾക്കിടയിലൂടെ ഓരോന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുകൊണ്ട് നമുക്ക് ശ്രോതാക്കളോട് എന്ത് പറയാൻ കഴിയും? അറബി മലയാളം പ്രസിദ്ധീകരണങ്ങളും മലയാളത്തിലേക്ക് മാറിയതോടുകൂടി അറബി മലയാളം ആ നിലക്ക് ഒരു വലിയ പ്രാധാന്യം പിൽക്കാലത്തില്ലാതായി. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ പോലെ മതപരമായ പഠനത്തിന് പ്രത്യേകിച്ച് ചില യാഥാസ്ഥിക വിഭാഗങ്ങളുടെയൊക്കെ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ചിലതൊക്കെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ട്, അറബി മലയാളത്തിലാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അവർ അത് ആ ഒരു പാരമ്പര്യത്തെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി അറബി മലയാളത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാഠപുസ്തകങ്ങൾ അറബിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ കാര്യം മാപ്പിളപ്പാട്ടിനെ പറ്റി ചോദിച്ചു. മാപ്പിളപ്പാട്ടും ശരിക്കും അറബി മലയാള പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അറബി മലയാളത്തിലാണ് ഈ മാപ്പിളപ്പാട്ടുകളൊക്കെയും രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ മാപ്പിളപ്പാട്ടിൽ ഒരു 10-16ഓളം ഭാഷകൾ മോയിൻകുട്ടി വൈദ്യരുടെയൊക്കെ മാപ്പിളപ്പാട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നത്തെ മലയാളിയുടെ ഭാഷയിൽ 10-16 ഭാഷകളുടെ ഒരു സങ്കരമായ ഒന്നായിരുന്നു അന്നത്തെ മലയാള ഭാഷ എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ തന്നെ അവർ പാട്ടുകൾ രചിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ തമിഴിൽ ഒരുപാട് ആ മാപ്പിളപ്പാട്ടൊക്കെ നമ്മൾ പാടി വരുമ്പോൾ പലതും തമിഴ് പദങ്ങൾ അതേപോലെ. അപ്പോൾ അറബി തമിഴിൽ നിന്ന് അറബി മലയാളം ഉണ്ടായി അതേ ചുവയിൽ കൂടെ തന്നെ അതേ കൈവഴിയിൽ കൂടി തന്നെയാണ് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. കാരണം തമിഴിലൊക്കെ പുലവർ പാട്ട് പാടുന്നവർക്ക് പുലവർ എന്ന് പറയും. ആ പല പുലവർമാരുടെയും അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ആദ്യകാലത്തൊക്കെ മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് അപ്പോൾ അറബിയുടെ ഒരു നല്ല ഭാഗം അറബി ഭാഷയുടേത് അറബി മലയാളത്തിലൂടെ നമ്മൾ വിനിമയം ചെയ്തത് ഒരു നിലക്ക് അറബി ഭാഷയും ഇങ്ങനെയുള്ളൊരു മതത്തിൻ്റെ അപ്പുറം മതത്തിൻ്റെ വേലിക്കെട്ടുകളിൽ മാത്രം ഒതുങ്ങാതെ സാഹിത്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒക്കെ ഭാഷയാണ് എന്നത് കഴിഞ്ഞ 1400 വർഷത്തെ ഒരു ചരിത്ര പിൻബലം കൊണ്ട് ഇന്നത് എല്ലാവരുടെയും ഭാഷയായി മാറി. പ്രത്യേകിച്ച് നമ്മുടെ GCCയിലൊക്കെ പോകുമ്പോൾ അത് ആവശ്യമുള്ളത് കൊണ്ട് നമ്മുടെ എല്ലാ തരം വിദ്യാർത്ഥികളും അറബി ഭാഷ പഠിക്കുകയും ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനൊക്കെ റാങ്കുകൾ വരെ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എന്ന് വളരെ സന്തോഷകരമായ ഒരു സെക്യുലർ ലാംഗ്വേജ് ആയിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ അറബി ഭാഷ മാറുന്നതിന് ഈ ഒരു 1400 വർഷത്തെ ചരിത്രം നമുക്ക് ശരിക്കും അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെയുള്ള കേരളവും അറബിയുമായുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ബറക്കല്ലാഹു ഫീക്ക്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം റിസർച്ച് ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഡോക്ടർ ഷാനവാസ് പറവണ്ണ അറബി ഭാഷയുടെ വരവും അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ വിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.